പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ ജിയോഗ്രഫി ചാപ്റ്റർ ആയിട്ടുള്ള മണലാരണ്യത്തിലൂടെ എന്ന് പറയുന്ന പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, ആരവല്ലി പർവ്വതനിര വരെ വ്യാപിച്ചിരിക്കുന്ന ഥാർ മരുഭൂമിയുടെ കിഴക്കൻ ഭാഗത്തുള്ള അർദ്ധവരണ്ട പ്രദേശം ഏതാണ്? ആരവല്ലി പർവ്വതനിര വരെ വ്യാപിച്ചിരിക്കുന്ന ഥാർ മരുഭൂമിയുടെ കിഴക്കൻ ഭാഗത്തുള്ള അർദ്ധവരണ്ട പ്രദേശം ഏതാണ്? ഉത്തരം രാജസ്ഥാൻ ബാഗർ ആണ്. അടുത്ത ചോദ്യം, ഥാർ മരുഭൂമിയുടെ 2/3 ഏത് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഥാർ മരുഭൂമിയുടെ 2/3 ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം രാജസ്ഥാനിലാണ്. ഇന്ത്യയിൽ ഥാർ മരുഭൂമിയുടെ 2/3 രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബാക്കി ഭാഗം ഹരിയാന, പഞ്ചാബ്, ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു. പാകിസ്ഥാനിലെ സിന്ധ്, പഞ്ചാബ് പ്രവിശ്യകളിലും ഥാർ മരുഭൂമിയുടെ തുടർച്ച നമുക്ക് കാണാൻ പറ്റും. അടുത്ത ചോദ്യം, കാറ്റിന്റെ നിക്ഷേപണ ഫലമായി മരുഭൂമികളിൽ രൂപപ്പെടുന്ന ഭൂരൂപങ്ങൾ ഏതാണ്? കാറ്റിന്റെ നിക്ഷേപണ ഫലമായിട്ട് മരുഭൂമികളിൽ രൂപപ്പെടുന്ന ഭൂരൂപങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം മണൽക്കൂനകളാണ്. അടുത്ത ചോദ്യം, നിരന്തരം സ്ഥാനമാറ്റം സംഭവിക്കുന്ന മണൽക്കൂനകളെ പ്രാദേശികമായി പറയുന്ന പേരെന്താണ്? നിരന്തരം സ്ഥാനമാറ്റം സംഭവിക്കുന്ന മണൽക്കൂനകൾ പ്രാദേശികമായി അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? ഉത്തരം ദ്രിയാനാണ്. അടുത്ത ചോദ്യം, രാജസ്ഥാൻ ബാഗർ പ്രദേശത്തുള്ള ഉപ്പ് തടാകങ്ങൾ ഇവയിൽ ഏതെല്ലാമാണ്? രാജസ്ഥാൻ ബാഗർ പ്രദേശത്തുള്ള ഉപ്പ് തടാകങ്ങൾ ഇവയിൽ ഏതെല്ലാമാണ്? ഉത്തരം ഇവയെല്ലാം രാജസ്ഥാൻ ബാഗർ പ്രദേശത്തുള്ള ഉപ്പ് തടാകങ്ങളാണ്. സർഗോർ, കാത്തു, ദിദ്വാന, സാംബർ തുടങ്ങിയവ രാജസ്ഥാൻ ബാഗർ പ്രദേശത്തുള്ള ഉപ്പ് തടാകങ്ങളാണ്. സമുദ്രനിരപ്പിൽ നിന്നും 200 മീറ്റർ മുതൽ 250 മീറ്റർ വരെ ശരാശരി ഉയരത്തിൽ നിൽക്കുന്ന ഥാർ മരുഭൂമിയുടെ ഭാഗമായ വരണ്ട സമതലം എന്നറിയപ്പെടുന്ന വിഭാഗം ഏതാണ്? സമുദ്രനിരപ്പിൽ നിന്ന് 200 മീറ്റർ മുതൽ 250 മീറ്റർ വരെ ശരാശരി ഉയരത്തിൽ നിൽക്കുന്ന ഥാർ മരുഭൂമിയുടെ ഭാഗമായ വരണ്ട സമതലം എന്നറിയപ്പെടുന്ന വിഭാഗം ഏതാണ്? ഉത്തരം മരുസ്ഥലിയാണ്. അടുത്ത ചോദ്യം, ഏത് കനാലിനെയാണ് ഇന്ദിരാഗാന്ധി കനാൽ എന്ന് പുനർനാമകരണം ചെയ്തിട്ടുള്ളത്? ഏത് കനാലിനെയാണ് ഇന്ദിരാഗാന്ധി കനാൽ എന്ന് പുനർനാമകരണം ചെയ്തിട്ടുള്ളത്? ഉത്തരം രാജസ്ഥാൻ കനാലാണ്. അടുത്ത ചോദ്യം, മരുഭൂമികളെ കുറിച്ചുള്ള പഠനം ഏതാണ്? മരുഭൂമികളെ കുറിച്ചുള്ള പഠനം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഉത്തരം എറമോളജി ആണ്. പെഡോളജി മണ്ണിനെ കുറിച്ചുള്ള പഠനമാണ്. അനിമോളജി കാറ്റിനെ കുറിച്ചുള്ള പഠനമാണ്. എറമോളജി മരുഭൂമിയെ കുറിച്ചുള്ള പഠനവും പെട്രോളജി പാറകളെ കുറിച്ചുമുള്ള പഠനവുമാണ്. മരുഭൂമികളില്ലാത്ത ഭൂഖണ്ഡം ഏതാണ്? മരുഭൂമികളില്ലാത്ത ഭൂഖണ്ഡം യൂറോപ്പാണ്. ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.